ടൈം ആൻഡ് വർക്കിലെ ഒരു ചോദ്യമാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 18 days ആൻഡ് എ ആൻഡ് ബി ടുഗദർ ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 6 days. They worked together for 5 days and rest of the work was completed by C in 3 days. If the total wages obtained by A is ₹1,000, then find the total wages obtained by A, B and C. ഇപ്പം 3 പേരുണ്ട്, എ ബി സി. ഈ 3 പേർക്കും കൂടി ടോട്ടൽ എത്ര വേജസ് ആയി എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് ടൈം ആൻഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു ഫോർമുല എന്ന് പറയുന്നത് വർക്ക് ഈസ് ഈക്വൽ ടു എന്താണ്? വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. ഇതിൽ നിന്നാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പം എയുടെ കാര്യം പറയുന്നു. എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 18 days. എ 18 days ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത്, ടൈമാണിത്, ടൈം 18 days ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അതേപോലെ എ ആൻഡ് ബി ടുഗദർ, എയും ബിയും കൂടെ ചേർന്ന് ഈ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നു? 6 ദിവസം എടുക്കുന്നു എന്നും പറയുന്നു. ഓക്കെ, അപ്പം പിന്നീട് എന്താ പറയുന്നത്? ദേ വർക്ക്ഡ് ടുഗദർ ഫോർ 5 days ആൻഡ് റെസ്റ്റ്, അത് പിന്നീടുള്ള കാര്യം. അപ്പം നമുക്ക് ടോട്ടൽ വർക്ക് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു, ഇത് എ എലോൺ 18 days എ ആൻഡ് ബി ടുഗദർ 6 days. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഇതിൻ്റെ രണ്ടിൻ്റെയും എൽ സി എം ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഇത് രണ്ടിൻ്റെ എൽ സി എം നമുക്ക് നോക്കുമ്പോൾ തന്നെ എത്രയാണ്? 18. അപ്പോൾ 18 ആണ് ഇതിൻ്റെ ടോട്ടൽ വർക്ക്. ടോട്ടൽ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എഫിഷ്യൻസി കണ്ടുപിടിച്ചുകൂടി. എഫിഷ്യൻസി, എയുടെ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. ഇതിൽ നിന്ന് എഫിഷ്യൻസി കണ്ടുപിടിക്കണമെങ്കിൽ വർക്ക് ബൈ ടൈം ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ വർക്കുണ്ട്, ടോട്ടൽ വർക്ക് 18 ഉണ്ട്. അപ്പം എ ചെയ്ത ടൈമും ഉണ്ട്. എ അലോൺ ചെയ്യുന്ന ടൈം 18 days ആണ്. അപ്പോൾ 18/18 ഈസ് ഈക്വൽ ടു 1 ആണ് എയുടെ എഫിഷ്യൻസി. അതേപോലെ എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി, എയും ബിയും കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 18/6. 18/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, ഇത് എയുടെയും ബിയുടെയും കൂടെ എഫിഷ്യൻസിയാണ്. എയുടെയും ബിയുടെയും കൂടെ എഫിഷ്യൻസിയുടെ സമ്മാണ്. അതായത് ഇതിനകത്ത് എയുടെ എഫിഷ്യൻസിയും ഉണ്ട്, അതേപോലെ ബിയുടെ എഫിഷ്യൻസി ഉണ്ടെന്ന് മനസ്സിലാക്കുക. എയുടെ എഫിഷ്യൻസി ഓൾറെഡി 1 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബിയുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? 2 ആണെന്ന് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പം 2 ആണ് ബിയുടെ എഫിഷ്യൻസി എന്ന് ഇതിൽ നിന്ന് കിട്ടുന്നു. ഇനി ബാക്കി എന്താ ക്വസ്റ്റിന് പറയുന്നത്? ദേ വർക്ക്ഡ് ടുഗദർ ഫോർ 5 days അല്ലേ. അവർ രണ്ടുപേരും 5 ദിവസം വർക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. അവർ രണ്ടുപേരും കൂടെ ടുഗദർ ആകുമ്പോൾ അവരുടെ ടോട്ടൽ എഫിഷ്യൻസി ആണല്ലോ. ടോട്ടൽ എഫിഷ്യൻസി 3 ആണല്ലേ. ആ ടോട്ടൽ എഫിഷ്യൻസി കൊണ്ട് അവർ എത്ര ദിവസം വർക്ക് ചെയ്തു? 5 days വർക്ക് ചെയ്തു. അപ്പം എഫിഷ്യൻസി ഇൻറ്റു ടോട്ടൽ എഫിഷ്യൻസി ഇൻറ്റു ടൈം ഈസ് ഈക്വൽ ടു 5 days. അപ്പോൾ എത്ര വർക്ക് അവർ കംപ്ലീറ്റ് ചെയ്തു? 15 വർക്ക് അവർ മൊത്തത്തിൽ എയും ബിയും കൂടെ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ബാക്കി എന്താ പറയുന്നത്? റെസ്റ്റ് ഓഫ് ദ വർക്ക് വാസ് കംപ്ലീറ്റഡ് ബൈ സി എലോൺ ഇൻ 3 days. അപ്പോൾ ബാക്കി വർക്ക് കംപ്ലീറ്റ് ചെയ്തത് സി ആണ്. എത്ര ദിവസം കൊണ്ട്? 3 days കൊണ്ട്. അപ്പോൾ ബാലൻസ് വർക്ക് എത്ര ഉണ്ടെന്ന് നോക്കാം. ടോട്ടൽ വർക്ക് 18 അല്ലേ. അപ്പോൾ 18-ൽ നിന്ന് 15 പോയി കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളത് 3 വർക്കാണ്. ഓക്കെ, ഈ 3 വർക്ക് ചെയ്തത് ആരാണ്? സി ആണ്. അത് എത്ര ദിവസം കൊണ്ടാണ് ചെയ്തത്? 3 ദിവസം കൊണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സിയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം അല്ലേ. സിയുടെ എഫിഷ്യൻസി, സി ചെയ്ത വർക്ക് എത്രയാ? 3. എത്ര ദിവസം കൊണ്ടാണ് ചെയ്തത്? 3 ദിവസം കൊണ്ട്. അപ്പോൾ സിയുടെ എഫിഷ്യൻസി എത്ര? 1. ഓക്കെ, ഇനി ബാക്കി എന്താ ക്വസ്റ്റിന് പറയുന്നത്? ഈഫ് ടോട്ടൽ വേജസ് ഒബ്റ്റെയിൻഡ് ബൈ എ ഈസ് 1000 rupees. ഓക്കെ, എക്ക് 1000 രൂപ കിട്ടി എന്ന് പറയുന്നുണ്ട്. ഫൈൻഡ് ദ ടോട്ടൽ വേജസ് ഒബ്റ്റെയിൻഡ് ബൈ എ, ബി ആൻഡ് സി. അങ്ങനെയാണെങ്കിൽ എക്ക് 1000 രൂപ കിട്ടിയെങ്കിൽ എക്കും ബിക്കും സിക്കും കൂടെ ടോട്ടൽ എത്ര വേജസ് കിട്ടിക്കാണും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം വേജസ് കിട്ടുന്നത് എങ്ങനെയാണ്? കൂലി കിട്ടുന്നത് എപ്പോഴും ചെയ്ത വർക്കിനായിരിക്കും കിട്ടുന്നത് അല്ലേ. അപ്പം ഈ ഓരോരുത്തരും ചെയ്ത വർക്ക് നമുക്കറിയണ്ടേ. ഇപ്പം എ വർക്ക് ചെയ്തിട്ടുണ്ട്, ബി വർക്ക് ചെയ്തിട്ടുണ്ട്, സി വർക്ക് ചെയ്തിട്ടുണ്ട്. എ എത്ര വർക്ക് ചെയ്തു എന്നറിയണമെങ്കിൽ ഈ ഇക്വേഷനിലോട്ട് വരണം. വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം. എയുടെ എഫിഷ്യൻസി എത്രയാടാ? 1. ആ 1 ഇൻറ്റു എന്ത് ചെയ്യണം? എ ചെയ്ത ടൈം എത്ര ദിവസമാണ് ചെയ്തത്? 5 ദിവസമല്ലേ ചെയ്തത് എ. അപ്പം 1 ഇൻറ്റു 5. അതേപോലെ ബിയുടെ എഫിഷ്യൻസി 2 ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ കിട്ടിയിരുന്നു. ആ 2 കൊണ്ട് അത് ചെയ്ത ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും.
ബി എത്ര ദിവസമാണ് വർക്ക് ചെയ്തത്? 5 days ആണ് വർക്ക് ചെയ്തത്. അതേപോലെ സി ഡെഫിഷ്യൻസി 1 ആണെന്ന് ഇവിടെ കിട്ടി. ആ 1 ഇൻറ്റു എത്ര ദിവസമാണ് വർക്ക് ചെയ്തത്? 3. ഇതെന്താണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്? വർക്ക് ഡൺ അല്ലേ? വർക്ക് ഡൺ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ എ എത്ര വർക്ക് ചെയ്തു? ടോട്ടൽ 5 വർക്ക് ചെയ്തു. ബി എത്ര വർക്ക് ചെയ്തു? 10 വർക്ക് ചെയ്തു. സി എത്ര വർക്ക് ചെയ്തു? 3 വർക്ക് ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അവർ പറയുന്നുണ്ട് 5 എന്ന് പറയുന്നത് എന്താണ്? എ ചെയ്ത വർക്കാണ്. ആ എ ചെയ്ത വർക്കിന് എത്ര രൂപ കിട്ടി? 1000 രൂപ കിട്ടി. എ ചെയ്ത വർക്കിന് എക്ക് 1000 രൂപ കൂലി കിട്ടി. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ വേജസ് ആണ്, എയുടെയും ബിയുടെയും സിയും കൂടെ ചേർത്ത്. അപ്പം എ പ്ലസ് ബി പ്ലസ് സിയുടെ വർക്ക് എന്ന് പറയുന്നത് ടോട്ടൽ എത്ര വർക്കാണ്? 18 വർക്കാണ്. അപ്പോൾ 18 വർക്ക് ചെയ്യാൻ അവർ എത്ര എടുത്ത് കാണും? 1000 ഇൻറ്റു 18 ബൈ ഈ 5 അല്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 5ഉം 1000 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 200 വരും. 200 ഇൻറ്റു 18 ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു? 3600 എന്ന് കിട്ടുന്നു. അപ്പോൾ 3600 റുപ്പീസാണ് എയ്ക്കും ബിക്കും സിക്കും കൂടെ ടോട്ടൽ വേജസ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന്, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.